ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കേരള കോൺഗ്രസ് എം LDF വിടില്ല എന്ന 24 വാർത്ത സ്ഥിരീകരിച്ച പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തൃപ്തരെന്നും നിലപാടിൽ വെള്ളം ചേർക്കില്ല എന്നുമാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. LDF മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ താൻ തന്നെയെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. വിശുദ്ധ ഗ്രന്ഥത്തില് യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വേദനിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. ദിവസങ്ങളോളം നീണ്ട രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കാണ് ഒടുവിൽ ജോസ് കെ മാണി ബൈബിൾ വാചകത്തിലൂടെ വിരാമമിട്ടത്. കേരള കോൺഗ്രസ് എം LDF വിടില്ലെന്ന 24 വാർത്ത ജോസ് കെ മാണി സ്ഥിരീകരിച്ചു. പലയിടങ്ങളിൽ നിന്നും ക്ഷണമുണ്ടെന്നും മുന്നണി മാറ്റ ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും വിശദീകരണം. കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLA-മാരും ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി മാറ്റത്തിൽ പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നുവെന്ന് ജോസ് കെ മാണി സമ്മതിച്ചു. അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായമില്ലേ? അവിടുത്തെ UDF-നകത്ത് അഭിപ്രായം ഇല്ലേ? അതിനകത്ത് LDF-നകത്ത് അഭിപ്രായമില്ലേ? LDF കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റമല്ലല്ലോ. അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്, പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. വിവാദങ്ങൾക്ക് പിന്നാലെ ഇന്നലെ നേതാക്കളെ അനുനയിപ്പിച്ച് കൂടെ നിർത്തിയ ശേഷമാണ് ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയത്. ജോസ് കെ മാണി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് കേരള കോൺഗ്രസിന്റെ MLA-മാരും വ്യക്തമാക്കി. ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് UDF പ്രതികരണം. UDF-ലേക്ക് ഘടകകക്ഷികൾ വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ആ താല്പര്യം അറിയിച്ചാൽ ഞങ്ങളത് പരിഗണിക്കും, ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും കാര്യങ്ങളും ഒക്കെ അഭ്യൂഹങ്ങളാണ് എന്ന് അദ്ദേഹം നിഷേധിച്ചു. മാത്രമല്ല, ഔദ്യോഗിക കാര്യത്തെ സംബന്ധിച്ച് യാതൊരു ചർച്ച നടന്നിട്ടില്ല. നടക്കുമ്പോൾ നിങ്ങളോട് പറയാം. ഇതിനിടെ മലപ്പുറത്ത് പാലാ MLA മാണി സി കാപ്പനുമായി PK കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ച നടത്തി. 24 കോട്ടയം. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഇന്നങ്ങനെ ഒരു വലിയ യോഗമൊന്നും ജോസ് കെ മാണി പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടത്തിയില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്നു, ചെയർമാന്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തു വന്ന് മാധ്യമങ്ങളോട് തീരുമാനം പറയുന്നു. അപ്പോൾ ജോസ് കെ മാണി ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ചർച്ച നടന്നു എന്നത് സ്ഥിരീകരിക്കുന്നില്ല, പാടെ തള്ളുകയാണ്. മുന്നണി മാറ്റ ചർച്ചകൾക്ക് ഒരു ദീർഘകാലത്തേക്കുള്ള ഫുൾ സ്റ്റോപ്പ് ആണോ ജോസ് കെ മാണി ഇന്ന് ഇട്ടിരിക്കുന്നത്? വിജയകുമാർ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ അത് ദീർഘകാലത്തേക്കാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. കാരണം കേരള കോൺഗ്രസ് ആണ്, ഏത് നിമിഷവും അവർക്ക് നിലപാട് മാറ്റാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് ആദ്യമായിട്ട് ഉണ്ടായത്. ചില MLA-മാർ UDF-നൊപ്പം പോകണമെന്നുള്ള നിലപാട് പറയുന്നു. എന്നാൽ ചിലർ റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ LDF-നൊപ്പം നിൽക്കണമെന്ന് പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്കുള്ളിൽ ഉണ്ടായി. അതാണ് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഇന്ന് ജോസ് കെ മാണി അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അതായത് പാർട്ടിക്കുള്ളിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞ് ആ വാർത്തകളെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്തായാലും അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഈ MLA-മാരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൂടെ നിർത്താൻ ജോസ് കെ മാണിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ നിർത്തി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് LDF-നൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത്. കാരണം ഇന്നലെ ഇങ്ങനെ ഒരു നിലപാട് അദ്ദേഹം കൃത്യമായി പറഞ്ഞില്ല. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു കുറിപ്പിടുകയായിരുന്നു. അതിൽ തന്നെ വലിയ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വരുന്ന 16-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. അതിലേക്ക് ഈ പ്രശ്നത്തെ വലിച്ചിരിച്ചുകൊണ്ട് പോകാൻ ജോസ് കെ മാണി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഈ വിഷയം ഇതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ നേതാക്കളുടെ അഭിപ്രായങ്ങൾ പുറത്തു വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തെ അതിനു മുൻപ് തന്നെ തീർക്കുക, പ്രശ്നം പരിഹരിക്കുക, ഒറ്റക്കെട്ടാണെന്ന് പുറത്തു പറയുക എന്നുള്ളതാണ് ആ ഒരു സ്ട്രാറ്റജിയാണ് ജോസ് കെ മാണി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ദീർഘനേരം ഫോണിൽ സംസാരിച്ചു മന്ത്രിയുമായും മറ്റ് MLA-മാരുമായും. അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തുകയും ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും തീരുമാനമെടുത്താൽ അത് ഒറ്റക്കെട്ടായിരിക്കും എന്നുള്ള ഒരു നിലപാടിലേക്ക് ജോസ് കെ മാണി എത്തുകയും നിലവിൽ LDF-നൊപ്പം ഉറച്ചു നിൽക്കാം, ഇങ്ങനെ ഒരു മുന്നണി മാറ്റം ഇപ്പോൾ നടത്തിയാൽ അത് പാർട്ടിക്ക് വലിയ പേരുദോഷം ഉണ്ടാക്കുമെന്നുള്ള ഒരു തിരിച്ചറിവിന്റെ ഭാഗത്തു നിന്നാണ്, ഒരു വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഒരു മൂവ് അല്ലാത്തത് കൊണ്ടാണ് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത്. എന്തായാലും നിലവിലെ ചില ലൂപ്പോളുകൾ
സൂചനകൾ കൂടി, അതായത് വരും ദിവസങ്ങളിൽ വിഷയാധിഷ്ഠിതമാണെങ്കിൽ മാറാനുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് ജോസ് കെ മാണി നിലപാട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിലവിലെ ചർച്ചകൾക്കെല്ലാം എന്തായാലും ജോസ് കെ മാണിയുടെ ഈ പ്രതികരണത്തോടുകൂടി അവസാനമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. വിജയകുമാർ. യെസ്, ജോസ് കെ മാണി തന്നെ പറയുന്നുണ്ട് ചില ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിലേതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നതായി അദ്ദേഹം സമ്മതിക്കുന്നില്ല. അനൗപചാരിക ചർച്ചകൾ നടന്നു എന്ന സൂചന ഉണ്ട്. അത് ജോസ് കെ മാണി തള്ളുന്നുമില്ല. പക്ഷേ ആ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതിനൊക്കെ ഒരു അവസാനം കുറിക്കുകയായിരുന്നു ഇന്ന് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദമാക്കുന്നതിലൂടെ ജോസ് കെ മാണി ചെയ്തത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി പോലീസിന്റെ തെളിവെടുപ്പ്. യുവതിയെ പീഡിപ്പിച്ച തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. വിദേശത്തുള്ള അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘം തുടങ്ങി. പാസ്വേഡ് നൽകാത്തതിനാൽ രാഹുലിന്റെ ഫോൺ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തുറന്നു പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്നലെയുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പുലർച്ചെ 5:45 അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായി പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും ഇറങ്ങി. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തിരുവല്ലയിലേക്കുള്ള യാത്ര. ക്ലബ് 7 ഹോട്ടലിലെ 408 നമ്പർ മുറിയിലായിരുന്നു തെളിവെടുപ്പ്. ഹോട്ടലിലെത്തിയതും മുറിയിൽ പോയതും രാഹുൽ സമ്മതിച്ചു. അതിജീവിതയുമായി സംസാരിക്കാനാണ് എത്തിയതെന്നാണ് രാഹുൽ തെളിവെടുപ്പിനിടെ പറഞ്ഞത്. പീഡിപ്പിച്ചെന്ന പരാതിയിൽ മറുപടി നൽകിയില്ല. രാഹുൽ BR എന്ന രജിസ്റ്ററിലെ പേര് നിർണായക തെളിവായി SIT കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഇന്നും രാഹുൽ പ്രതികരിച്ചില്ല. പിടിച്ചെടുത്ത 2 ഫോണുകളുടെയും പാസ്വേഡുകൾ രാഹുൽ ഇതുവരെ കൈമാറിയിട്ടില്ല. 2 ഫോണുകളും തുറക്കാൻ സാങ്കേതിക സംവിധാനം ഉപയോഗിക്കും. മുഴുവൻ ഫയലുകളും പകർത്താൻ 2 TB ഹാർഡ് ഡിസ്ക് വാങ്ങി SIT ക്രമീകരിച്ചിട്ടുണ്ട്. നിർണായക ദൃശ്യങ്ങളും ചാറ്റും കണ്ടെത്താതിരിക്കാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നതെന്ന് SIT സംശയിക്കുന്നു. രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ വടകരയിലും പാലക്കാടും പരിശോധന നടത്താനാണ് തീരുമാനം. അതിജീവിതയുടെ രഹസ്യമൊഴി കാനഡയിലെ ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രേഖപ്പെടുത്തുന്നത് പരിഗണിക്കുന്നുണ്ട്. ഇതിനായി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ അനുമതി തേടും. രാഹുലിനെ നിലവിൽ പത്തനംതിട്ട AR ക്യാമ്പിൽ ചോദ്യം ചെയ്തു വരികയാണ്. 24 പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചും തന്നെ അധിക്ഷേപിച്ചും പരസ്യമായി എത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പരാതിയുമായി അതിജീവിത. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയത്. രാഹുലിനെതിരെ ഒട്ടേറെ പരാതികൾ ലഭിക്കുന്നുണ്ട് എന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അതിജീവിതയെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് വീഡിയോയുമായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്തെത്തിയത്. സൈബർ അധിക്ഷേപം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അതിജീവിത പരാതി നൽകി. പരാതി ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കി. ഇല്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ പരിശോധിക്കും. എന്റെ ശ്രദ്ധ, ഞാൻ ഇന്നലെ രാത്രിയും പകലൂടെയല്ലേ. ഒരു കാരണവശാലും പാർട്ടി അതിജീവിതയ്ക്കെതിരായിട്ടുള്ള ഒരു നടപടിക്കും പാർട്ടി കൂട്ടുനിൽക്കില്ല. അത് പാർട്ടി പരിശോധിച്ച് വേണ്ട നിലപാട് KPCC പ്രസിഡന്റ് സ്വീകരിക്കും. ഇന്നലെ അതിജീവിതയ്ക്കെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ തനിക്കും നിരന്തരം പരാതി ലഭിക്കുന്നുണ്ടെന്ന് സ്പീക്കർ AN ഷംസീർ. മുൻകാലത്ത് ഇത്തരം ഒരു പ്രസിഡന്റ് നമ്മുടെ മുന്നിലില്ല. മുൻകാല MLAമാരുടെ പേരിൽ ഇങ്ങനെ സീരീസ് ഓഫ് റേപ്പ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഇതൊക്കെ ഇതെല്ലാം പറയുമ്പോൾ എല്ലാം എലിഗേഷനാണ്. അപ്പം അത് പരിശോധിക്കട്ടെ എത്തിക്സ് കമ്മിറ്റി. നിയമസഭാ അംഗങ്ങളിൽ ആരെങ്കിലും പരാതി നൽകിയാലേ രാഹുൽ വിഷയം എത്തിക്സ് കമ്മിറ്റിക്ക് വിടാൻ കഴിയൂ. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എല്ലാ നിയമവശങ്ങളും നോക്കിയേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും സ്പീക്കർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ-സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. മകരജ്യോതി കാണാൻ പർണശാലകൾ ഒരുക്കി കാത്തിരിക്കുകയാണ് തീർത്ഥാടക ലക്ഷങ്ങൾ. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 6 മണിയോടെ സന്നിധാനത്തെത്തും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ 24നോട് പറഞ്ഞു. മകരസംക്രമ നാളിൽ ശരണമുഖരിതമാണ് സന്നിധാനം. പരിസര പ്രദേശങ്ങളിലാകെ പർണശാലകൾ കെട്ടി കാത്തിരിക്കുകയാണ് തീർത്ഥാടകർ. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 6 മണിയോടെ സന്നിധാനത്തെത്തിച്ചേരും. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന.
ദീപാരാധന തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. സന്നിധാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. സന്നിധാന ക്ഷേത്രമൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇത് കാണാനുള്ള പാസ് കൊടുക്കൽ തുടങ്ങിയ ഒരുപാട് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. പാസുകളൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് കുറെ. തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. മകരവിളക്കിന്റെ തയ്യാറെടുപ്പുകൾ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. സുഗമമായ ദർശനം മകരവിളക്കിന്റെ സമയത്ത് ഉറപ്പാക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും സംജാതമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത്. സന്നിധാനത്ത് പുറമെ പമ്പയിലും നിലയ്ക്കലിലും പുല്ലുമേട്ടിലും മകരജ്യോതി ദർശിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകരെ കർശനമായി നിയന്ത്രിച്ചാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. 24 സന്നിധാനം. സന്നിധാനത്ത് ഇന്ന് 35,000 തീർത്ഥാടകർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത്. പന്തളത്ത് നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ഏതാണ്ട് ഒരു 6 മണിയോടെയാണ് സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. പിന്നീട് ദീപാരാധന നടക്കും. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും സന്നിധാനത്ത് നിന്ന്. ശ്രീജിത്ത്, ഇനി പ്രധാനപ്പെട്ട ചടങ്ങ് മകരസംക്രമ പൂജയാണ്. ഏതാണ്ട് ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് ആ ചടങ്ങ് നടക്കാനുള്ളത്. എന്തൊക്കെ ഒരുക്കങ്ങൾ തീർത്ഥാടകരെ നിയന്ത്രിച്ചിട്ടുണ്ട്? പമ്പയിലും നിലയ്ക്കലും ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങളിൽ അടക്കം എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നിലവിലുണ്ട്. അത് 35,000 ഭക്തർക്ക് മാത്രമാണ് ഇന്ന് ദർശനത്തിന് അനുമതിയുള്ളൂ. അത് 30,000 വെർച്വൽ ക്യൂവും 5,000 സ്പോട്ട് ബുക്കിംഗും. പക്ഷേ അതിലേറെ ഭക്തർ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഇവർക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സന്നിധാനത്ത് വന്ന് പർണശാലകളൊക്കെ കെട്ടി ഈ മേഖലയിൽ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ്. ഭൂരിപക്ഷം ഇതര സംസ്ഥാനത്തെ അയ്യപ്പ ഭക്തരാണ് വന്നിട്ടുള്ളത്. അവരെല്ലാവരും തന്നെ കഴിഞ്ഞ 2 ദിവസമായി ഭജനയോ അയ്യപ്പ ഭജനയോ ഒക്കെ ആയി ഈ പ്രദേശത്ത് തന്നെ കൂടിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ എല്ലാവരും മടങ്ങുകയുള്ളൂ. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 മണിയോടുകൂടി മകരസംക്രമ പൂജ നടക്കും. അതിനുശേഷം വൈകുന്നേരം 6 മണിയാവാനുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോഴാണ് കൃത്യമായ രീതിയിൽ ഈ പറയുന്നത് പോലെ തിരുവാഭരണം ഇവിടേക്ക് എത്തിച്ചേരുക. അതാ കണ്ടില്ലേ, കുടിലൊക്കെ കെട്ടി പർണശാലകളൊക്കെ കെട്ടി ഇങ്ങനെ കുട്ടികളടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മലയാളികൾ വളരെ കുറവാണ്. എല്ലാവരും ഭൂരിപക്ഷം പേരും ഇതര സംസ്ഥാനക്കാരാണ്. അവരെല്ലാവരും ഇത് കഴിഞ്ഞു മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയുള്ളൂ. ദർശനം കഴിഞ്ഞ് ഇറങ്ങി പോവുകയുള്ളൂ. അതിനുവേണ്ട സജ്ജീകരണങ്ങളും ഇറങ്ങി പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂട്ടമായി പോകുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കാനുള്ള നടപടികളിലേക്കും പോലീസും ദേവസ്വവും ഒക്കെ ഇതിനകം തന്നെ കടന്നിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ സംവിധാനം കഴിഞ്ഞ ദിവസം ADGP S. ശ്രീജിത്ത് അദ്ദേഹം ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കുന്നതിനിടെ അദ്ദേഹത്തിന് വീണ് പരിക്കേറ്റിരുന്നു. അതോടുകൂടി മറ്റു മേഖലകളിലേക്ക് കൂടുതൽ ഭക്തരെ കയറ്റിവിടരുത്, അവിടെയൊക്കെ അപകടമുണ്ട് എന്ന് നിർദ്ദേശം പോലീസും എല്ലാ മേഖലകളിലേക്കും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും സന്നിധാനത്ത് ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ഏതാണ്ട് ഇപ്പോൾ 1,00,000-ലധികം വരുന്ന ഭക്തർ ഇപ്പോൾ തന്നെ ഉണ്ട്. നേരത്തെ 35,000 എന്നൊരു കണക്ക് ഇന്ന് ദർശനം നടത്താൻ പാസ് കൊടുത്ത ആളുകളുടെ എണ്ണം മാത്രമാണ്, വെർച്വൽ ക്യൂ അടക്കമുള്ള ഇതിന്റെ എണ്ണം മാത്രമാണ്. പക്ഷേ അതിലധികം വരുന്ന അയ്യപ്പ ഭക്തർ തീർത്ഥാടകർ ഇപ്പോൾ തന്നെ സന്നിധാനത്തുണ്ട്. മകരവിളക്ക് ദർശനത്തിനു ശേഷം മാത്രമേ അവർ മലയിറങ്ങി പോകും. എന്തായാലും സന്നിധാനം ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ്. തീർത്ഥാടകരുടെ അഭൂതപൂർവമായ ഒരു തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വിജയകുമാർ. യെസ്, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ലാഹയിൽ നിന്ന് യാത്ര രാവിലെ തുടങ്ങി. അത് വലിയാനവട്ടം ചെറിയാനവട്ടം വഴി ശരംകുത്തിയിൽ അതിന് ആചാരപരമായ സ്വീകരണം നൽകും. ഏതാണ്ട് ഒരു 6 മണി കഴിയുമ്പോഴേക്കും സന്നിധാനത്ത് എത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മകരവിളക്ക് ദർശനവും. അതിനായി ഭക്തലക്ഷങ്ങൾ പലയിടങ്ങളിലായി കാത്തുനിൽക്കുകയാണ്. ശബരിമലയിൽ അഭിഷേകം ചെയ്ത നെയ് വിൽപ്പന നടത്തിയ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അഴിമതി തടയാൻ കൃത്യമായ സംവിധാനം വേണമെന്ന് ദേവസ്വം ബോർഡിന് കോടതി നിർദ്ദേശം നൽകി. ജോലി ചെയ്യാനല്ല, ചില ജീവനക്കാർക്ക് പണം തിരിമറി നടത്താനാണ് താല്പര്യമെന്ന് ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. 35 ലക്ഷം രൂപയുടെ അഴിമതിയാണ് ശബരിമലയിലെ ആടിയ നെയ് വിൽപ്പനയിൽ പ്രാഥമികമായി കണ്ടെത്തിയത്. ഒരു ജീവനക്കാരനെ സസ്പെൻഡും ചെയ്തു. എന്നാൽ കേവലം ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന തട്ടിപ്പല്ല നടന്നതെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇതിന് പിന്നാലെയാണ് ദേവസ്വം ജീവനക്കാർക്കെതിരെയുള്ള അതിരൂക്ഷ വിമർശനം. ഭക്തരെ സേവിക്കാനല്ല ശബരിമലയിലെ ചില ദേവസ്വം ജീവനക്കാർ എത്തുന്നത് സ്വന്തം ലാഭത്തിനു വേണ്ടിയാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് കണക്കുകൾ കൃത്യമാക്കാനുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം. സമഗ്രവും കൃത്രിമം കാണിക്കാനാകാത്തതുമായ ഒരു സോഫ്റ്റ്വെയർ സംവിധാനം ദേവസ്വം ബോർഡ് ഒരുക്കണം. ഇത് ബോർഡിന്റെ ഉത്തരവാദിത്വമാണ്. നടപടികൾ വൈകിയാൽ ചിലരുടെ വ്യക്തി താൽപര്യമായി കണക്കാക്കേണ്ടി വരുമെന്നും ദേവസ്വം ബെഞ്ച് ഓർമ്മിപ്പിച്ചു. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി തള്ളി.
ദ്വാരപാലക, കട്ടിളപ്പാളി കേസുകളിലെ ജാമ്യ ഹർജിയാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. ഇനിയും തൊണ്ടി മുതൽ കണ്ടെടുക്കാനുണ്ട് എന്ന് SIT കോടതി അറിയിച്ചു. 2ാം തവണയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ജാമ്യം നിഷേധിച്ചത്. 90 ദിവസമായി റിമാൻഡിൽ കഴിയുകയാണ് എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ വാദം. കൊല്ലത്ത് മുഖ്യമന്ത്രിക്ക് നേരെ യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം. ചിന്നക്കടയ്ക്ക് സമീപമായിരുന്നു ശബരിമല വിഷയം ഉന്നയിച്ച് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത്. 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ആ ദൃശ്യങ്ങളിലേക്ക്. അരുൺരാജ് വിവരങ്ങൾ നൽകും. കൊല്ലത്ത് നിന്ന് അരുൺ, സാധാരണ മുഖ്യമന്ത്രിയുടെ റൂട്ടിൽ ഇത്തരം പ്രതിഷേധക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നേരത്തെ പോലീസ് ഒരു കരുതൽ തടങ്കലിലേക്കൊക്കെ മാറ്റാറുണ്ട്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ചാണോ ഈ പ്രവർത്തകർ അവിടെ എത്തിയത്? വിജയകുമാർ, തീർച്ചയായും കൊല്ലം നഗരത്തിൽ വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയതാണ്. ആശ്രമം മൈതാനം മുതൽ ജില്ലാ കമ്മിറ്റി ഓഫീസ്, CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ പോളത്തോട് വരെയുള്ള ക്രമീകരണങ്ങൾ മുഴുവൻ പോലീസ് പൂർത്തിയാക്കിയതായിരുന്നു. ഒരു സ്ഥലത്ത് പോലും ആളെ നിർത്തിയിരുന്നില്ല. പക്ഷേ ആശ്രമം മൈതാനത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയ മുഖ്യമന്ത്രിയെ ഈ കടയിൽ നിന്ന് ഉള്ളിൽ നിന്നാണ് 4 യുവമോർച്ച പ്രവർത്തകർ പെട്ടെന്ന് കരിങ്കൊടിയുമായി റോഡിലേക്ക് ഇറങ്ങി വന്നത്. പോലീസിനെ പോലും ഞെട്ടിച്ചു. ഒടുവിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ ശേഷമാണ് യുവമോർച്ച പ്രവർത്തകർ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയത്. 2 യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 2 പ്രവർത്തകരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ശബരിമല വിഷയം ഉയർത്തിക്കാട്ടിയായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. ശബരിമല വിഷയത്തിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, CPM ബന്ധമുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ആരോപിച്ചാണ് യുവമോർച്ച പ്രതിഷേധവുമായി തെരുവിലേക്ക് എത്തിയത്. എന്തായാലും പോലീസിനെ പോലും ഞെട്ടിച്ചാണ് ആശ്രമം മൈതാനത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയ മുഖ്യമന്ത്രി യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത്. തൃശൂരിൽ കലാപൂരം. സർവകലാപൂരം presented by UGS Gold Loan. വാർഷിക പലിശ 4% മാത്രം. Powered by Joya Lucas, world's favorite jeweler. Co-sponsored by വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ലക്ഷ്യം മർച്ചന്റ് നേവി ആണെങ്കിൽ മാർഗം മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി, തൃശൂർ. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. പൂരനഗരിയായ തൃശൂരിൽ കലാപൂരത്തിന് കൊടി ഉയർന്നു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 5 നാൾ നീണ്ടു നിൽക്കുന്ന കൗമാര കലാസംഗമത്തിൽ 25 വേദികളിലായി 15,000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഇലഞ്ഞിത്തറമേളത്തെ അനുസ്മരിക്കും വിധം പാണ്ടിമേളം കൊട്ടിക്കയറിയാണ് കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തേക്കിൻകാട് മൈതാനത്ത് തുടക്കം കുറിച്ചത്. 64 വിദ്യാർത്ഥികൾ കുടമാറ്റം നടത്തി. ഗാനരചയിതാവ് BK ഹരിനാരായണൻ പ്രത്യേകം ചിട്ടപ്പെടുത്തിയ കലോത്സവ സ്വാഗതഗാനം കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നൃത്താവിഷ്കാരമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കരോൾ സംഘത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി വേദിയിൽ ഉയർത്തി. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ സ്കൂൾ കലാമേളയുടെ സന്ദേശം അതായിരിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയുടെ വരികൾ പരാമർശിച്ചായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ സന്ദേശം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ എഴുതിയ വാചകം എന്ന് വലിയ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ്. ലവ് യു ടു ദം മൂൺ ആൻഡ് ബാക്ക്. അതെ, നസീവുമായ സ്നേഹം നിങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. നിങ്ങളാണ് ഈ നാടിൻ്റെ ഭാവി. എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി കലയുടെ ഈ വസന്തോത്സവ നമുക്ക് നെഞ്ചിലേറ്റ. സംസ്ഥാനത്തിന് കേന്ദ്രം പണം നൽകുന്നില്ലെന്നും V ശിവൻകുട്ടി. ഇതോടെ ഇരുവർക്കും മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്ത്. മറ്റ് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗരിമ, ഇതിൻ്റെ ഒരു അന്തസ്സ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ IM വിജയൻ, ചലച്ചിത്രതാരം റിയ ഷിബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 തൃശൂർ. കലോത്സവ നഗരിയിൽ 24ന്റെ സർവകലാപൂരത്തിനും കൊടിയേറി. തെക്കിൻകാട് മൈതാനിയിലെ 24 പവലിയൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും തൃശൂർ ജില്ലാ കളക്ടറും ചടങ്ങിൽ പങ്കെടുത്തു. പൂരനഗരി
കൊല്ലംനഗരിയിൽ 5 നാൾ നീളുന്ന കലാമാമാങ്കത്തിനെത്തുന്ന സർഗ്ഗകലാപ്രതിഭകളെ പരിചയപ്പെടുത്താനും അവരുടെ കലാപ്രകടനങ്ങൾ നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും 24 പവലിയൻ പൂർണ്ണ സജ്ജം. പ്രത്യേക സ്റ്റുഡിയോ ഫ്ലോറും മികവാർന്ന ദൃശ്യ ശ്രവ്യാനുഭവവും 24 പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുണ്ട്. പവലിയൻ ഉദ്ഘാടനം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി 24 ടീമിന് ആശംസ നേർന്നു. ന്റെ ലഹരിമുക്ത കേരളം എന്ന സന്ദേശം തന്നെയാണ് കേരള സ്കൂൾ കലോത്സവത്തിന്റെയും മുഖ്യ സന്ദേശമെന്ന് മന്ത്രി. എക്സ്കെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതാഭിലാഷവും സ്ലോഗനും ഈ കലോത്സവത്തിലെ മുഖ്യ സ്ലോഗനാണ് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. ശ്രീകണ്ഠൻ നായർ കേരള സമൂഹത്തിന് നടത്തിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനുണ്ട്. രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പക്വതയോടുകൂടിയും പങ്കാളിത്തത്തോടുകൂടിയും നടത്തിയ ജാഥയുണ്ട്. അതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. അതിനെല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കലോത്സവത്തിന്റെ സമാപന നാൾ വരെ 100 കണക്കിന് പ്രതിഭകൾ അവരുടെ മിന്നും പ്രകടനവുമായി 24 പവലിയനിൽ എത്തും. ടീം 24 തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് 3 ടേം നിബന്ധന തുടരാൻ CPI. 3 ടേം പിന്നിട്ട 6 MLA-മാർക്ക് വീണ്ടും സീറ്റ് നൽകില്ല. 23-ന് ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. CK ചന്ദ്രപ്പൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്താണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് CPI-യിൽ 2 ടേം നിബന്ധന കൊണ്ടുവന്നത്. കാനം രാജേന്ദ്രന്റെ കാലത്ത് പരമാവധി 3 ടേം എന്ന് ഭേദഗതി വരുത്തി. ഇനിയും അതുതന്നെ തുടരാനാണ് CPI നേതൃത്വത്തിലെ ധാരണ. ഈ മാസം 23-ന് ചേരുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം MLA ആയവർക്ക് മത്സരിക്കാൻ അനുമതി ഉണ്ടാകില്ല. നിലവിലുള്ള 17 MLA-മാരിൽ 6 പേർ 3 ടേം പിന്നിടുന്നവരാണ്. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ, നാദാപുരം MLA EK വിജയൻ, ചാത്തന്നൂർ MLA GS ജയലാൽ, അടൂർ MLA ചിറ്റയം ഗോപകുമാർ, പുനലൂർ MLA PS സുബാൽ, ചിറയൻകീഴ് MLA V ശശി എന്നിവരാണ് 3 ടേം പിന്നിടുന്നത്. ഇവർക്ക് വീണ്ടും സീറ്റ് നൽകില്ല. 3 ടേം നിബന്ധനയിൽ CPI-യുടെ 4 മന്ത്രിമാരും ഉൾപ്പെടില്ല. മന്ത്രിമാരിൽ K രാജൻ ഒഴികെ എല്ലാവരും 1 ടേം മാത്രം കഴിഞ്ഞവരാണ്. K രാജൻ 2 ടേം പിന്നിടുന്നു. അതുകൊണ്ട് തന്നെ 4 മന്ത്രിമാർക്കും മത്സരിക്കാൻ തടസ്സമുണ്ടാകില്ല. മന്ത്രിമാർ മത്സരിക്കുന്ന ചില സീറ്റുകളിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. ജെ ചിഞ്ചുറാണിയെ ചടയമംഗലത്ത് നിന്ന് മാറ്റി ചാത്തന്നൂരിൽ മത്സരിപ്പിക്കുന്നതാണ് പരിഗണനയിലുള്ളത്. 24 തിരുവനന്തപുരം.